ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ നോമ്പ് നാം പാതി പിന്നിട്ടിരിക്കുകയാണല്ലോ. ഇന്നിവിടെ അവസരത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായി, വിശുദ്ധ നോമ്പിന്റെ കാലയളവിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സന്ധ്യാ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ഒരു ഗീതമുണ്ട്. 40 നാളുപവസിക്കാ, വിശക്കുന്നവനപ്പം കൊടുക്ക, ഈശൈസുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്ക. അതെ, ഈ നോയമ്പിന്റെ അവസരത്തിൽ നമ്മൾ എത്ര തന്നെ ഭക്ഷണം ത്യജിച്ചു എന്ന് പറഞ്ഞാലും, എത്ര ആരാധനകളിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാലും, നമ്മളുടെ കൂടെയുള്ള സഹോദരൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളെടുത്ത് നോയമ്പെല്ലാം വൃദ്ധമല്ലേ? 2 കൊരിന്ത്യർ 9 അധ്യായം 7 വാക്യം ഇങ്ങനെ പറയുന്നു: ഒരുവൻ തന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് പോലെ കൊടുക്കുക, സങ്കടത്താലരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ യഹോവ സ്നേഹിക്കുന്നു. അതെ, ഈ നോയമ്പ് അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടെന്നും അറിയാം. എന്നാലും നമ്മളുടെ ഇനിയുള്ള ജീവിതത്തിൽ നമ്മുടെ കൂടെ വിഷമിക്കുന്ന ഒരു പ്രയാസപ്പെടുന്ന നമ്മളുടെ ഒരു സഹോദരൻ കൂടെ ഉണ്ടെങ്കിൽ ആ സഹോദരനെ നമുക്ക് കൈ പിടിച്ച് ഉയർത്തുവാനായിട്ട് സാധിക്കണം. നമ്മൾ എന്തെങ്കിലും അവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അറിയാതെ നമ്മൾ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇൻ ഫ്യൂച്ചർ ദേ വിൽ ഡു ഇറ്റ്. അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കുടിപ്പിക്കുക. അത് അവർ കാണാനിടയാണ്. നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മൾ അവരെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു അവസരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എൻ്റെ ഹസ്ബൻഡിനോട് തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഒരാൾ നമ്മളോട് സങ്കടം വന്ന് പറയുമ്പോൾ നമ്മൾ അവരെ സഹായിക്കുക, പക്ഷെ മൂന്നാമതൊരാൾ അറിയാനായിട്ട് ഇടവരരുത്. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇടവിടാതെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ദൈവം നമുക്ക് തന്ന ദാനങ്ങളെ ഓർത്ത് നമ്മൾ നന്ദിയോടെ സ്തുതിക്കുക. എത്ര പേർക്ക് പറയാൻ പറ്റും, ഇന്ന് എൻ്റെ ജീവിതം ദൈവം തന്ന ദാനമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു നന്ദിയോടെ നമ്മൾക്ക് പറഞ്ഞ് എഴുന്നേൽക്കുവാനായിട്ട് എത്ര പേർക്ക് സാധിക്കും? സദൃശവാക്യം 103 അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവനെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും നാം മറക്കരുത്. അതെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ നിൽക്കുന്നത് തമ്പുരാൻ അപ്പച്ചന്റെ കൃപ കൊണ്ട് ഒന്ന് മാത്രമല്ലേ? നമ്മൾക്ക് ദൈവം തന്ന ഓരോ നല്ല കാര്യങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ അതൊരു സാക്ഷ്യമായി പറയുവാനായിട്ട് നമ്മുടെ ലൈഫിൽ ഇടയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളിങ്ങനെ വീടുകളിൽ കൂടിയിരിക്കുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, നമ്മൾ പിന്നിട്ട വഴികളിൽ നമ്മളെ ഓരോ ദിവസം ദൈവം തമ്പുരാൻ നമ്മളെ എത്രമാത്രം കരുതിയിരുന്നു എന്ന്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അപ്പച്ചനൊക്കെ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് മുന്നേ ഇങ്ങനെ പോന്നു കഴിയുമ്പോൾ എന്നെ വല്ലാതെ സ്പർശിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഞാൻ നോക്കുമ്പോൾ എല്ലാ ഞായറാഴ്ചകളും പള്ളിയിൽ വന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാനിപ്പോൾ ഓർക്കാറുണ്ട്, ഈ ചേച്ചിക്ക് എന്താ ഒരു കുറവുള്ളത്? ചേച്ചിയുടെ ലൈഫിൽ എല്ലാം തന്നെയുണ്ട്. നല്ല ജോലിയുണ്ട്, നല്ല ഹസ്ബൻഡ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. ആ ചേച്ചി എന്തിനായിരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ചത്? പിന്നെ ഞാൻ ആ ചേച്ചിയോട് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, സുമി, ഒന്നിനുമല്ല, തമ്പുരാനപ്പച്ചൻ ചേച്ചിയുടെ ജീവിതത്തിൽ ഇത്രമാത്രം നന്മകൾ ചൊരിഞ്ഞതിനെ നന്ദി പറയാണ്. അതെ, ഓരോ ആഴ്ചകളിലും നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മളത് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ ജീവിതത്തിൽ നമ്മൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വരും. നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്ക് ദൈവം തന്ന, പുറകോട്ട് തിരിഞ്ഞു നോക്കി ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ കരഞ്ഞ് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണാനും ഇടവരണം. അവർ നാളെ ഇൻ ഫ്യൂച്ചർ അവരും പറയണം, എൻ്റെ അപ്പ അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അത് തന്നെ ആവട്ടെ, നമ്മൾ കൂടെ നിൽക്കുമ്പോൾ, പള്ളികളിൽ പോകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തി അവരും ഇതുപോലെ കൈകൂപ്പി തമ്പുരാന്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഇടവരണം. There's a famous quote: I cried when I had no shoes, but then I stopped crying when I saw a man without any legs. അതെ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് തമ്പുരാൻ തന്ന കൃപകളെ ഓർത്ത് നന്ദി പറയാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ടും എനിക്കിവിടെ ഇന്ന് വാക്കുകൾ സംസാരിക്കുവാനായിട്ട് അവസരം തന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു.